കോവിഡിന് ശേഷം അത് വാക്സിനേഷന്റെ ഇഷ്യൂ ആണോ കോവിഡിന്റെ പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് ആണോ എന്നറിയില്ല. സാർ, നമുക്ക് ജനപ്രതിനിധികൾ നിങ്ങൾ പരിശോധിച്ചു, കേരളത്തിൽ മരണനിരക്ക് ഗൗരവമായി വർദ്ധിക്കുന്നു. നമ്മളെല്ലാം വീക്കെൻഡിലാണ് കോൺസ്റ്റിറ്റ്യുവൻസി പോകുന്ന ആള്, മരിച്ച വീടുകളിലൊക്കെ പോകുമായിരുന്നു. സാർ, ഇപ്പൊ പോയി തീരാൻ കഴിയുന്നില്ല. ഇരട്ടിയിലധികമായി കേരളത്തിന്റെ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. സാർ, കാർഡിയാക് കംപ്ലൈന്റ് നിന്ന നിപ്പിൽ ആളുകൾ മരിച്ചു വീഴുകയാണ്. ഒരു പ്രീ ഇൻസിഡന്റും ഇല്ലാത്ത ആളുകൾ, എന്തെങ്കിലും ഒരു കാർഡിയാക് കംപ്ലൈന്റ് അതിനു മുമ്പ് വരാത്ത ആളുകൾ മരിക്കുകയാണ്. സാർ, സ്ട്രോക്ക് ഗൗരവതരമായി സ്ട്രോക്കിന്റെ എണ്ണം കൂടുകയാണ്. സാർ, ലങ് ഡിസീസ് വളരെയധികം വർദ്ധിക്കുകയാണ്. സാർ, ഇൻഫെക്ഷൻസ് വന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവുകയാണ്, പെട്ടെന്ന് ന്യൂമോണിയയിലേക്ക് പോവുകയാണ്. സാർ, ഓക്സിജന്റെ അളവ് കുറയുകയാണ്, സോഡിയം അളവ് കുറയുകയാണ്. കേരളത്തിൽ ഗുരുതരമായ തരത്തിൽ കേരളത്തിന്റെ മരണനിരക്ക് വർദ്ധിക്കുന്നുണ്ട്. ഒരു വർഷം മുമ്പ് ഇത് നിയമസഭയിൽ പറഞ്ഞു ശാസ്ത്രീയമായ അടിത്തറയില്ല പറയുന്നതിനെന്ന് പറഞ്ഞു. സാർ, സർക്കാരിന്റെ കയ്യിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. സാർ, സർക്കാരിന്റെ കയ്യിൽ ഈ മരണനിരക്ക് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും മരണനിരക്കിന്റെ ഡാറ്റ എല്ലാ വാർഡുകളിലും ആശാവർക്കർമാരുണ്ട്. അവർക്ക് ഒരു ജോലി കൂടി കൊടുക്കുക. എന്തായാലും കുറെ ജോലി കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ജോലി കൂടി കൊടുക്കുക. കഴിഞ്ഞ വർഷം ഈ മാസം മരിച്ചവർ ഒരു വാർഡിൽ എത്ര പേരാണ്, അല്ലെങ്കിൽ അതിന് തലേ വർഷം മരിച്ചവർ എത്ര പേരാണ്, അല്ലെങ്കിൽ ലോക്കൽ ബോഡികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മരണത്തിന്റെ കണക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാവും. സാർ, ഈ വർഷങ്ങളിലെ കമ്പയർ ചെയ്ത് നോക്ക്. ഈ 1-2 വർഷമായി ഇത് വർദ്ധിക്കുകയാണ്. ഈ മരണത്തിന്റെ ഡാറ്റ കംപ്ലീറ്റ് കളക്ട് ചെയ്യണം, ആ ഡാറ്റ അനാലിസിസ് നടത്തണം. കോസ് ഓഫ് ഡെത്ത് എന്താണ് എന്ന് പരിശോധിച്ചു പോയില്ലെങ്കിൽ ഉറപ്പായി പറയുന്നു കേരളം അപകടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് ആണോ വാക്സിൻ ഇഫക്റ്റ് ആണോ എന്ന് ഗൗരവമായി ഗവൺമെന്റ് അന്വേഷിക്കണം.